എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഉദ്ധാമപാംസു തിമിരാഹതദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ വൃശം രുരോദ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉദ്ധാമപാംസു തിമിരാഹത ദൃഷ്ടിപാതേ, ശക്തമായ പൊടിപടലമുണ്ടാക്കിയ ഇരുട്ടിൽപ്പെട്ട് കാഴ്ച മറഞ്ഞ. ദ്രഷ്ടും കിമപി അകുശലേ, ഒന്നും കാണാൻ കഴിയാത്തവരായി തീർന്നപ്പോൾ. ആര്? പശുപാലലോകേ, ഗോപന്മാർ. ഹാ ബാലകസ്യ കിം ഇതി, അയ്യോ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് വിചാരിച്ച്. ത്വദുപാന്തം ആപ്താ മാതാ, അങ്ങയെ കിടത്തിയിരുന്ന സ്ഥലത്തേക്ക് വന്ന് അമ്മ യശോദ. ഭവന്തം അവിലോക്യ, അങ്ങയെ കാണാഞ്ഞിട്ട്. വൃശം രുരോദ, ഉറക്കെ നിലവിളിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ശക്തിയേറിയ പൊടിപടലമുണ്ടാക്കിയ ഇരുട്ടിൽപ്പെട്ട് ഒന്നും കാണാൻ നിവൃത്തിയില്ലാതെ ഗോപന്മാർ വലഞ്ഞു. അതിനിടയിൽ ഭീതയായ അങ്ങയുടെ അമ്മ ഹാ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് മുറവിളി കൂട്ടി ഓടി വരികയും അങ്ങയെ കാണാതെ ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.